ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ നമ്മളൊക്കെ പറയാറുള്ളൊരു സെൻറ്റൻസാണ്, അവൻ കാറിൽ കിടന്നുറങ്ങി അല്ലേ. അവൻ കാറിൽ കിടന്നുറങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ഉറങ്ങി എന്നാണ്. ഹി സ്ലപ്റ്റ് ഇൻ ദ കാർ. ഹി സ്ലപ്റ്റ് ഇൻ ദ കാർ. അവൻ കാറിൽ കിടന്നുറങ്ങി. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ പറയാണ്, അവൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവൻ കാറിൽ കിടന്നുറങ്ങി എന്ന് പറയാറുണ്ടല്ലോ. അവൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഹി ഹാഡിൻറ്റ് സ്ലപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. ഹി ഹാഡിൻറ്റ് സ്ലപ്റ്റ് ലാസ്റ്റ് നൈറ്റ്, സോ ഹി സ്ലപ്റ്റ് ഇൻ ദ കാർ അല്ലേ. ഹി ഹാഡിൻറ്റ് സ്ലപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. അവൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ലായിരുന്നു, സോ ഹി സ്ലപ്റ്റ് ഇൻ ദ കാർ. ഓക്കെ. നെക്സ്റ്റ് നമുക്കൊക്കെ അനുഭവമുള്ളൊരു കാര്യമാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് പറയാറുണ്ടല്ലോ നമ്മൾ. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഐ ഡിഡിൻ സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി എന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഡിഡിൻറ്റ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്, സോ ഐ എം റിയലി ടയേർഡ്. ഐ ഡിഡിൻറ്റ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്, സോ ഐ എം റിയലി ടയേർഡ്. ഓക്കെ. നെക്സ്റ്റ്, ഞാൻ ഇന്നലെ ഉറങ്ങാനിരിക്കുമ്പോഴാണ് എൻ്റെ മകൻ ഛർദ്ദിച്ചത്. ഞാൻ അവനെ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി എന്നെങ്ങനെ പറയാം? ഞാൻ ഇന്നലെ ഉറങ്ങാനിരിക്കുമ്പോഴാണ് എൻ്റെ മകൻ ഛർദ്ദിച്ചത്, അതുകൊണ്ട് ഞാൻ അവനെ ഡോക്ടറെ കാണിക്കാൻ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഉറങ്ങുമ്പോഴാണ്, ആ സമയത്താണ് എന്നാണ്. അപ്പം while I was awake at night. ഞാൻ ഇന്നലെ ഉറങ്ങാനിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് my son vomited. എൻ്റെ മകൻ ഛർദ്ദിച്ചത്. So I went to see a doctor with him. അവനെ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി എന്നാണ്. അപ്പം so I went to see a doctor with him. അപ്പോൾ ഞാൻ ഇന്നലെ ഉറങ്ങാനിരിക്കുമ്പോഴാണ് എൻ്റെ മകൻ ഛർദ്ദിച്ചത്, അതുകൊണ്ട് ഞാൻ അവനെ ഡോക്ടറെ കാണിക്കാൻ പോയി. നെക്സ്റ്റ്, ഡോക്ടറെ കാണിച്ച് വന്നപ്പോഴേക്കും സമയം 3 മണി ആയിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഡോക്ടറെ കാണിച്ച് വന്നപ്പോഴേക്കും സമയം 3 മണി ആയിരുന്നു എന്നെങ്ങനെ പറയാ? ബൈ ദ ടൈം അല്ലേ. അപ്പോഴേക്കും ബൈ ദ ടൈം ഐ റിട്ടേൺഡ് ആഫ്റ്റർ സീയിങ് ദ ഡോക്ടർ, ഇറ്റ് വാസ് 3 o'clock. സമയം 3 മണി ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് വാസ് 3 o'clock. അപ്പോൾ ബൈ ദ ടൈം ഐ റിട്ടേൺഡ് ആഫ്റ്റർ സീയിങ് ദ ഡോക്ടർ ഇറ്റ് വാസ് 3 o'clock. നെക്സ്റ്റ്, അതിനുശേഷം എനിക്ക് ഉറക്കം വന്നില്ല, അതായത് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ്. അപ്പം അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ഐ കുഡിൻറ്റ് സ്ലീപ്പ്. അതിനുശേഷം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ്, എന്നും ഞാൻ 9 മണിക്ക് ഉറങ്ങാറുണ്ട്, പക്ഷേ ഇന്നലെ ഞാൻ വൈകിയാണ് ഉറങ്ങിയത് എന്നെങ്ങനെ പറയാം? എന്നും ഞാൻ 9 മണിക്ക് ഉറങ്ങാറുണ്ട്, അതാണ് എൻ്റെ ഒരു പതിവ്, പക്ഷേ ഇന്നലെ ഞാൻ വൈകിയാണ് ഉറങ്ങിയത്. ഇതെങ്ങനെ പറയാം? ഇവിടെ നമുക്ക് ഓൾവേസും യൂസ് ചെയ്യാം, യൂഷ്വലിയും യൂസ് ചെയ്ത് പറയാം കേട്ടോ. I always sleep at 9 o'clock. അല്ലേ? I always sleep at 9 o'clock. But last night I slept late. പക്ഷേ ഇന്നലെ രാത്രി I slept late. ഞാൻ വൈകിയാണ് ഉറങ്ങിയത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വേണമെങ്കിൽ നമുക്ക് യൂഷ്വലി യൂസ് ചെയ്തും പറയാം കേട്ടോ. കാരണം നമ്മളെ പതിവാണ് നമ്മൾ പറയുന്നത്, പക്ഷേ ഒരു ദിവസം നമ്മൾ ആ പതിവ് തെറ്റിച്ചു, അവിടെ നമുക്ക് യൂഷ്വലി യൂസ് ചെയ്യാം, അതുപോലെ ഓൾവേസും യൂസ് ചെയ്യാം. ഇനി ഇങ്ങനെ പറയുകയാണ്, ഞാൻ എന്നും രാത്രി 7 മണിക്ക് ഭക്ഷണം കഴിക്കാറുണ്ട്. I always eat dinner at 7 o'clock. ഇവിടെയും നമ്മളൊരു പതിവാണ് പറയുന്നത്, അവിടെയും നമുക്ക് യൂഷ്വലി യൂസ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ അതിനൊരു കുഴപ്പമൊന്നുമില്ല. എന്നും എപ്പോഴും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾവേസ് ആണ്. ഇനി നമുക്ക് യൂഷ്വലി യൂസ് ചെയ്ത് പറഞ്ഞാലും തെറ്റില്ല. I always eat dinner
at 7 o'clock. Okay. Next, ചില ദിവസങ്ങളിൽ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ല. ചില ദിവസങ്ങളിൽ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ല അല്ലേ? നമ്മളൊക്കെ ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണത്. സംടൈംസ് ഐ ഡോണ്ട് ഹാവ് ഡിന്നർ. സംടൈംസ് ചില ദിവസങ്ങളിൽ എന്നുള്ളതിനാണ് സംടൈംസ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. സംടൈംസ് ഐ ഡോണ്ട് ഹാവ് ഡിന്നർ. ചില ദിവസങ്ങളിൽ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ല. ഓക്കെ. നെക്സ്റ്റ്, അവൾക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് അവൾ ഇന്ന് നേരത്തെ ഉറങ്ങി എന്ന് പറയാറുണ്ടല്ലോ. അവൾക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് അവൾ ഇന്ന് നേരത്തെ ഉറങ്ങി. ഇങ്ങനെ പറയാ, ഷി വാസ് വെരി ടയേർഡ് അല്ലേ? ഷി വാസ് വെരി ടയേർഡ്. സോ അതുകൊണ്ട് ഷീ സ്ലപ്റ്റ് ഏർലി ടുഡേ. അവൾ ഇന്ന് നേരത്തെ ഉറങ്ങി. ഷി വാസ് വെരി ടയേർഡ്, സോ ഷീ സ്ലപ്റ്റ് ഏർലി ടുഡേ. നെക്സ്റ്റ്, നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ കാറിൻ്റെ ചാവി എവിടെയാണ് വെച്ചത് അല്ലേ? നീ എൻ്റെ ഫോൺ എവിടെയാണ് വെച്ചത്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നീ കാറിൻ്റെ ചാവി എവിടെയാണ് വെച്ചത്? വേർ ഡിഡ് യു പുട്ട് ദ കാർ കീ? വേർ ഡിഡ് യു പുട്ട് ദ കാർ കീ? നീ കാറിൻ്റെ ചാവി എവിടെയാണ് വെച്ചത്? നെക്സ്റ്റ്, കാറിൻ്റെ കീ ഷെൽഫിലുണ്ട് അല്ലേ? അത് ഷെൽഫിന് പുറത്താകാം അകത്താകാം, എവിടെയാന്ന് പറഞ്ഞിട്ടില്ല. കാറിൻ്റെ കീ ഷെൽഫിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ കാർ കീ ഈസ് ഓൺ ദ ഷെൽഫ്. ദ കാർ കീ ഈസ് ഓൺ ദ ഷെൽഫ്. കാറിൻ്റെ കീ ഷെൽഫിലുണ്ട്. നെക്സ്റ്റ്, അവൻ പാല് കുടിച്ചോന്ന് നോക്കൂ എന്ന് നമ്മൾ ഒരാളോട് പറയാറുണ്ട് അല്ലേ? അവൻ ഭക്ഷണം കഴിച്ചോന്ന് നോക്കൂ ഇങ്ങനെ പറയാറുണ്ടല്ലോ. അവൻ പാല് കുടിച്ചോന്ന് നോക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് സീ ഈഫ് എന്ന് പറയുന്നത് കുടിച്ചോന്ന് നോക്കൂ എന്ന് പറയുന്നുണ്ട്. സോ സീ ഈഫ് ഹി ഡ്രാങ്ക് ദ മിൽക്ക്. സീ ഈഫ് ഹി ഡ്രാങ്ക് ദ മിൽക്ക്. അവൻ പാല് കുടിച്ചോന്ന് നോക്കൂ. നെക്സ്റ്റ്, അവൻ പാല് കുടിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയാം? അവൻ പാല് കുടിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഹി ആണ് സബ്ജക്റ്റ്. ഹി ഹാസ് ഡ്രാങ്ക് ദ മിൽക്ക്. ഹി ഹാസ് ഡ്രങ്ക് ദ മിൽക്ക്. അവൻ പാല് കുടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, നീ കുറച്ച് വെള്ളം ചൂടാക്കുമോ? നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നീ കുറച്ച് വെള്ളം ചൂടാക്കുമോ? ക്യാൻ യു ഹീറ്റ് സം വാട്ടർ? ക്യാൻ യു ഹീറ്റ് സം വാട്ടർ? നീ കുറച്ച് വെള്ളം ചൂടാക്കുമോ? നെക്സ്റ്റ്, നീ വരുമ്പോൾ ഒരു സോപ്പ് കൊണ്ടുവരൂ എന്ന് നമ്മൾ ഒരാളോട് പറയണമെങ്കിലോ? നീ വരുമ്പോൾ ഒരു സോപ്പ് കൊണ്ടുവരൂ എന്ന് നമുക്കൊരാളോട് പറയണം. ബ്രിങ് എ സോപ്പ് വെൻ യു കം. ബ്രിങ് എ സോപ്പ് വെൻ യു കം. ഇവിടെ വെൻ യു കം എന്നാണ്, കാരണം നീ വരുമ്പോൾ ഒരു സോപ്പ് കൊണ്ടുവരൂ എന്ന് നമ്മൾ വരാനിരിക്കുന്നൊരു കാര്യമാണ് പറയുന്നത് അല്ലേ? സോ ബ്രിങ് എ സോപ്പ് വെൻ യു കം. നീ വരുമ്പോൾ ഒരു സോപ്പ് കൊണ്ടുവരൂ. ഇനി വേണമെങ്കിൽ ഈ ഒരു സെന്റൻസ് നമുക്ക് കുറച്ച് താഴ്മയോടെ പറയാം കേട്ടോ. പ്ലീസ് ബ്രിങ് എ സോപ്പ് വെൻ യു കം എന്ന് പറയാട്ടോ. ഒരു പ്ലീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പറഞ്ഞാൽ ഒരു സോപ്പിന് പകരം 2 സോപ്പൊക്കെ കൊണ്ടുതരും അല്ലേ? ഇനി ഇങ്ങനെ പറയാണ്, ഞാനിപ്പോൾ വരില്ല. നെക്സ്റ്റ്, ഞാനിപ്പോൾ വരില്ല എന്ന് പറയുകയാണെങ്കിലോ, ആ വ്യക്തി അങ്ങനെ പറയുകയാണെങ്കിലോ, ഐ വോണ്ട് കം നൗ. ഐ വോണ്ട് കം നൗ. ഞാനിപ്പോൾ വരില്ല. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ കുളിക്കുമ്പോഴേക്കും നീ വരില്ലേ? ഞാൻ കുളിക്കുമ്പോഴേക്കും നീ വരില്ലേ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള നമ്മുടെ പുതിയ ചാനലിൻ്റെ കാര്യം ആരും മറക്കണ്ട. വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.